അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും 2-3 ചിത്രങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം 150% ഉറപ്പാണ്. നിങ്ങൾ വേഗം എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും ഉപകരിക്കപ്പെടും. പറ്റുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 6 വരെയുള്ള എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നോക്കുന്നു. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഏതെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ 1. ചാപ്റ്റർ 1 ആദ്യം ഇങ്ങനൊരു പിക്ചർ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മുകളിൽ സബ്സ്റ്റൻസ് കൂടുതലാണ്, താഴെ സബ്സ്റ്റൻസ് കുറവാണ്. അപ്പോൾ മുകളിൽ നിന്ന് കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞെടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പരിപാടിയെ വിളിക്കുന്ന പേരാണെന്ത്? ഡിഫ്യൂഷൻ. എന്താണ് പേര്? ഡിഫ്യൂഷൻ. കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്, കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞെടുത്തേക്ക് പോകുന്ന ആ ഒരു പരിപാടിയാണ്, മോളിക്യൂൾസിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ആണെന്ത്? ഡിഫ്യൂഷൻ. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണെന്ത്? ഡിഫ്യൂഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചിത്രം നോക്കൂ. ഇവിടെയും കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്. ഇതാ മുകളിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, എന്നിട്ട് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? സാധനം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും എന്തുതന്നെയാണ്? ഡിഫ്യൂഷനാണ്. പക്ഷേ ഇവിടെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വെറൈറ്റി ചിത്രമാണല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വാഹക പ്രോട്ടീൻ ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു സാധനം, ഒരു നീല സാധനം കണ്ടോ? ഈ നീല സാധനമുണ്ട്. ഇനി നീലാന്ന് ഓർത്ത് വെക്കരുത്, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ഒരു ഉണ്ട പോലെയുള്ള ഒരു സാധനം ഉണ്ട്. ഈ ഉണ്ടയെ വിളിക്കുന്ന പേരാണിത് വാഹക പ്രോട്ടീൻ അഥവാ കരിയർ പ്രോട്ടീൻ. അത്തരത്തിൽ കരിയർ പ്രോട്ടീൻ്റെ സഹായത്താലാണ് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്ത് ഡിഫ്യൂഷൻ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ രണ്ട് ചിത്രവും എന്ത് ചെയ്യരുത്? മാറരുത്. വെറും സാധാ നോർമലി കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസ് വരികയാണെങ്കിൽ അത് ഡിഫ്യൂഷൻ. എന്നാൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഉണ്ടയുണ്ട്, ഒരു കരിയർ പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെയെങ്കിൽ അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി അടുത്തത് ഇത് നോക്കൂ, ഇത് നേരെ തിരിച്ചാണ്. ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. നേരത്തെ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്കാണ് വന്നിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നേരെ ഉൾട്ടാ, കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്ത് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ ചിത്രം നിന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അത് നമ്മളെ ഓസ്മോസിസ് ആണ്. അതായത് അത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് വരിക. പക്ഷെ അവിടെ രസം എന്താണെന്ന് ചോദിച്ചാൽ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനെ ഒരു സ്ഥലത്തിനെ ക്രോസ് ചെയ്തിട്ടാണ് ആ മൂവ്മെന്റ്സ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോസിസ്. എന്താണ് പേര്? ഓസ്മോസിസ്. നല്ല പേര്, ഓസ്മോസിസ് കേട്ടോ, ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ പിക്ചറിൽ ആരുണ്ടാവും? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാവും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു അർദ്ധതാര്യ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്നുകിൽ ഡോട്ട് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ഏത് മൂവ്മെന്റ് ആണ്, അത് ഓസ്മോസിസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈ ഒരു പിക്ചറാണ്. ഈ ഒരു പിക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ മൂന്ന് ഇഡലി ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഈ മൂന്ന് സ്ട്രക്ചർ, അല്ലെ മൂന്ന് സ്ട്രക്ചറിൽ ഒറ്റ സ്ട്രക്ചർ, ഇഡലി ഇങ്ങനെ അടുക്കി വെച്ച പോലെ ആ ഒരു സ്ട്രക്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. എന്താണ് പേര്? ഗ്രാന. എന്നാൽ ഇതിലുള്ള ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, ഫ്ലൂയിഡ് പാർട്ട് ആകെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പാർട്ട്, അതാണെന്ത്? സ്ട്രോമ. എന്താണ് പേര്? സ്ട്രോമ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഈ ഉണ്ടകളാണ് ഗ്രാന, ഈ ഫ്ലൂയിഡ് പാർട്ടാണ് ആര്? സ്ട്രോമ. ഇതിപ്പോൾ എവിടുന്നാണ് ആരോ മാർക്ക് വന്നത്? ഇത് ഇവിടുന്ന് ആരോ മാർക്ക് വന്നാലും സ്ട്രോമയാണ്. ആ ഫ്ലൂയിഡ് പാർട്ട് മൊത്തത്തിൽ ഒഴുകി നടക്കുന്ന ഭാഗമാണ് ഇത് സ്ട്രോമ. ഈ അടുക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഗ്രാന. അപ്പോൾ നമ്മൾ സ്ട്രോട്ടൊക്കെ എന്ത് സാധനം? സ്ട്രോട്ട് കുടിക്കുക, ഫ്ലൂയിഡ് അല്ലേ? സ്ട്രോട്ട് കുടിക്കുക, ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളല്ലോ സ്ട്രോട്ട് കുടിക്കാം. അപ്പോൾ ഫ്ലൂയിഡാണ് ആര്? സ്ട്രോമ. അപ്പോൾ അടുക്കി വെച്ചതാണ് ആര്? ഗ്രാന. ആ രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ചാപ്റ്റർ 1 കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 2 പോകാം. ചാപ്റ്റർ 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ട്രക്ചർ പല്ലിൻ്റെ സ്ട്രക്ചറാണ്. പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇനാമൽ. എന്താണ് പേര്? ഇനാമൽ. ഇനാമലിൻ്റെ തൊട്ടു താഴെ ഈ ഒരു ഭാഗമാണ് ഇത് ഡെൻറ്റെയിൻ. എന്താണ് പേര്? ഡെൻറ്റെയിൻ. പിന്നെ അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ബ്ലഡ് വെസൽസും നെർവ്സും ഒഡൻറ്റോബ്ലാസ്റ്റ് സെൽസുകളൊക്കെ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് പൾപ്പ്. എന്താണ് പേര്? പൾപ്പ്. ലാസ്റ്റ് ആ പല്ല് ഉറപ്പിച്ച് നിർത്തിയ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാ ഈ ഒരു താഴെയുള്ള ഏരിയ, അതാണ് സിമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇനാമൽ, ഡെൻറ്റെയിൻ, പൾപ്പ്, സിമെൻറ്റം, ഇങ്ങനെ 4 പോർഷൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പല്ല് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു പിക്ചർ, ഇവിടെ ഒരു ഫുഡ് മോളിക്യൂൾസ് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പെരിസ്റ്റാൾസിസ് ആയിരിക്കും. എന്തായിരിക്കും? പെരിസ്റ്റാൾസിസ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ഫുഡ് മോളിക്യൂൾ ഇട്ടു, ആ ഫുഡ് മോളിക്യൂളിനെ ചെറിയ കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കി മാറ്റിക്കിട്ടുണ്ട്. അത്തരത്തിൽ കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന ആ ഒരു പരിപാടിയാണ് എന്ത്? സെഗ്മെന്റേഷൻ. എന്താണ് പേര്? സെഗ്മെന്റേഷൻ. അഥവാ ചെറിയ സെഗ്മെന്റുകളാക്കുന്നു, അതാണ് സെഗ്മെന്റേഷൻ. പിന്നെ ഇത് നമ്മൾ ആമാശയത്തിന്റെ പിക്ചറാണ്. ആമാശയത്തിൽ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു മസിലുണ്ട്, ഒരു മസിൽ.
ആ മസിലിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് മസിൽസ് അഥവാ വലയ പേശികൾ. സോറി, കാർഡിയാക് അല്ല, സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികൾ. ആ പേശികളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഈ ചിത്രം നിന്നിട്ട് ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യും, എന്നിട്ട് ഐഡന്റിഫൈ എക്സ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റൊമക് എന്ന് എഴുതി വെക്കരുത്. അതാരാണ്? അത് വലയ പേശി അഥവാ സർക്കുലാർ മസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വില്ലസിന്റെ പിക്ചറാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പിക്ചർ മാത്രം നിന്നിട്ട് ഇതെന്താന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറയണം ഇത് വില്ലാസ്. എന്താണ് പേര്? വില്ലസ്. ഈ വില്ലസിൽ ഈ എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ, നോക്കൂ, ഈ പച്ച കളറിലുള്ള എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ സാധനം അതാണ് ലാക്റ്റിയൽ. കാരണം എൽ ഷേപ്പ് എൽ, ലാക്റ്റിയൽ എൽ, അങ്ങനെ ആലോചിക്കട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സ്പ്രെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികൾ. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ലാക്റ്റിയൽസും രക്തലോമികളും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് എങ്ങനെ പഠിച്ചാലും ആൾക്കാർക്ക് മാറും, സ്വാഭാവികമാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്, ഈ ഒരു ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം ഈ പശുവിൻ്റെ അകിട് പോലെ കാണപ്പെടുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ പശുവിൻ്റെ അകിട് പോലെ കാണപ്പെടുന്ന ആ സാധനം അതാണ് അയോട്ട. എന്താണ് പേര്? അയോട്ട. അപ്പോൾ പശുവിൻ്റെ അകിട് പോലുള്ളത് അയോട്ട. അത് ആ രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ പൾമണറി ആർട്ടറി ഉണ്ട്, പൾമണറി വെയിൻ ഉണ്ട്. മുകളിലാണ് പൾമണറി ആർട്ടറി, താഴെയാണ് പൾമണറി വെയിന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, സ്വാഭാവികം. അപ്പോൾ ഈ ഒരു ബുദ്ധിപരമാറ്റിക് ഐഡിയ പറഞ്ഞുതരാം. പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, രണ്ടും പൾമണറി ആണല്ലോ. അപ്പോൾ ആർട്ടറി ആണോ വെയിൻ? ആർട്ടറി എ, വെയിൻ വി. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം എ ആണോ വി ആണോ? ആദ്യം എ ആണോ വി ആണോ? ആദ്യം എ, പിന്നല്ലേ വി വരുന്നത്. അപ്പോൾ മുകളിൽ ആര്? ആർട്ടറി. അപ്പോൾ താഴെ ആരായിരിക്കും? വെയിന്. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, അത് കിട്ടിയല്ലോ. അപ്പോൾ മുകളിൽ ആർട്ടറി, താഴെ വെയിൻ. പിന്നെ പശുവിൻ്റെ അകിട് പോലുള്ളത് അയോട്ട. ഇനി ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്ത് സുപ്പീരിയർ വീനക്കാവയും ഉണ്ട്, ഇൻഫീരിയർ വീനക്കാവയും ഉണ്ട്. സുപ്പീരിയർ വീനക്കാവ മുകളിലും ഇൻഫീരിയർ വീനക്കാവ എവിടെയാണ്? താഴെയാണ്. അതും മാറരുത്. സുപ്പീരിയർ എന്നൊക്കെ പറഞ്ഞാൽ, സുപ്പീരിയർ ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണല്ലോ, അപ്പോൾ അവർ മുകളിലായിരിക്കും. അതാണ് സുപ്പീരിയർ വീനക്കാവ മുകളിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോക്കൽ എന്നുള്ള രീതിയിലാണല്ലോ മീനിങ് വരുന്നത്. അപ്പോൾ അവർ താഴെ ആയിരിക്കും. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇൻഫീരിയർ വീനക്കാവ താഴെ, സുപ്പീരിയർ വീനക്കാവ മുകളിൽ. അപ്പോൾ അതും കിട്ടി. ഇനി ഇവിടെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ബൈക്കസ്പിഡ് വാൾവും ട്രൈക്കസ്പിഡ് വാൾവുമാണ്. ഓക്കെ, ഇതാ ഈ ഒരു ചെറിയൊരു സ്പേസ് ആണ് ബൈക്കസ്പിഡ് വാൾവ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ സ്പേസ് ആണ് ഇത് ട്രൈക്കസ്പിഡ് വാൾവ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ മാറാതിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആട്ടോ. ഇങ്ങനെ ചിന്തിക്കാം. ഇത് ചെറിയ സ്പേസ് അല്ലേ, ഇത് വലിയ സ്പേസ് ആണ്. രണ്ടും ചെറുതാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവനാണ് വലുത്, ഇവൻ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബൈ എന്ന് പറഞ്ഞാൽ 2. ട്രൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 2 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത്. അപ്പോൾ 3 വലുതാണല്ലോ. അപ്പോൾ ഇവിടെ ട്രൈക്കസ്പിഡ് വാൾവ്, കാരണം വലിയ സ്ഥലം ട്രൈക്കസ്പിഡ്, കാരണം 3. ട്രൈ എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ അത് വലുത്. അപ്പോൾ വലിയ സ്ഥലം ട്രൈക്കസ്പിഡ് വാൾവ്. ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, ചെറുതാണ്. അപ്പോൾ ചെറിയ സ്ഥലം ബൈക്കസ്പിഡ് വാൾവ്. അപ്പോൾ ബൈക്കസ്പിഡ് വാൾവ് എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, ചെറുതാണ്. അപ്പോൾ ചെറിയ സ്പേസ് ബൈക്കസ്പിഡ് വാൾവ്. എന്നാൽ ഇവിടെയുള്ള ഈ വലിയ സ്പേസ് ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 വലുതാണ്. അപ്പോൾ ഈ സ്പേസ് ട്രൈക്കസ്പിഡ് വാൾവ്. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ അകിട് പോലുള്ളത് അയോട്ട, പിന്നെ മുകളിൽ ആർട്ടറി, താഴെ വെയിന്, പിന്നെ ചെറിയ സ്പേസ് ബൈക്കസ്പിഡ്, വലിയ സ്പേസ് ട്രൈക്കസ്പിഡ്, പിന്നെ മുകളിലുള്ളത് സുപ്പീരിയർ വീനക്കാവ, താഴെയുള്ളത് ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ അല്ലേ? പിന്നെ ഈ 2 എന്താണ്? സെമി ലൂണാർ വാൾവ്. ഇതൊക്കെ കിട്ടിയാൽ പിന്നെ അത് കിട്ടാൻ വലിയ പണിയില്ലല്ലോ. ആ നടുവിലുള്ളത്, സെൻട്രലിലുള്ളത് ആരാണ്? സെമി ലൂണാർ വാൾവ്. അല്ലെങ്കിൽ ഇത് ചന്ദ്രക്കല പോലെ, ലൂണാർ ഷേപ്പിൽ, ലൂണാർ ചന്ദ്രക്കല പോലെയുള്ളതാണ്. ഇതാ നോക്കൂ, ചന്ദ്രക്കല പോലെ ലൂണാർ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് സെമി ലൂണാർ വാൾവ്. അത് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി, കിട്ടും. ഓക്കെ, യെസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സ്ട്രക്ചർ. ഇത് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ ഈ ഒരു വെസൽ, ഈ ഒരു കുഴൽ, വെസലല്ല കുഴൽ. ഓക്കെ, ഒരു ബ്ലഡ് വെസൽ പോലുള്ള ആ സ്ട്രക്ചർ, അതാണ് ലിംഫ് വാഹി അല്ലെങ്കിൽ ലിംഫ് വെസൽ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പയറുവിത്തിൻ്റെ ഷേപ്പുള്ള ഈ ചങ്ങായി ഉണ്ടല്ലോ, അവൻ്റെ പേരാണ് സ്പ്ലീന്. എന്താണ് പേര്? സ്പ്ലീന്. പിന്നെ ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, കുറേ ഉണ്ടകളുണ്ട്, ഉണ്ടകൾ. ആ ഉണ്ടകളെ വിളിക്കുന്ന പേരാണ് ലിംഫ് നോഡ്, ലിംഫ് നോഡ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മളെ പ്രഷർ ചെക്ക് ചെയ്യുന്ന, BP ചെക്ക് ചെയ്യുന്ന സ്ഫിഗ്മോ മാനോമീറ്റർ. ഇത് ഡിജിറ്റൽ BP അപ്പാരറ്റസ്, ബ്ലഡ് പ്രഷർ ഡിജിറ്റലായിട്ട് കാണിച്ചു തരും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഇത് സൈലം, ഇത് ഫ്ലോയം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സൈലം എന്ന് പറഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നീണ്ടിട്ട് ഒരു കുഴൽ പോലെ ആക്കാരം അതിൻ്റെ സ്ട്രക്ചർ. കാരണം വെള്ളം പമ്പ് ചെയ്യില്ല, അപ്പോൾ നീണ്ടൊരു കുഴൽ പോലെ ആക്കാരം. അപ്പോൾ അവൻ സൈലം, ഇവൻ സൈലം. അപ്പോൾ ഇവൻ എന്താണ്? ഫ്ലോയം. ഓക്കെ അല്ലേ? ഇനി സൈലത്തിൽ ഈ ലോങ് വെസൽ പോലെയുള്ള ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരും തന്നെയാണ് വെസൽ തന്നെയാണ് അതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ സ്പിൻഡിൽ ഷേപ്പിലുള്ള അവനെ വിളിക്കുന്ന പേരാണ് ട്രക്കീഡ്. എന്താണ് പേര്? ട്രക്കീഡ്. അപ്പോൾ ലോങ് വെസൽ പോലെയുള്ളത്
വെസല്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെയുള്ളത് ആരാണ്? ട്രക്കീഡ്. ഇനി ഫ്ലോയത്തിൻ്റെ കേസ് ഇതാ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സീവ് ട്യൂബ് അഥവാ സീവ് നാളി. ഇതൊരു ട്യൂബാണ്. മറ്റേത് വെസൽ, ഇതൊരു ട്യൂബ്. ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് സീവ് ട്യൂബ് അഥവാ സീവ് നാളി. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വിടുന്നുണ്ട് ഒരു കമ്പാനിയൻ സെല്ലുണ്ട്, സഹകോശമുണ്ട്. ഓക്കെ അല്ലേ? അതും ഓർത്തു വെക്കുക. അപ്പോൾ ചാപ്റ്റർ 2 കംപ്ലീറ്റഡ്. ഇനി ചാപ്റ്റർ 3 ഫസ്റ്റ് തന്നെ നമ്മളെന്താണ് നമ്മളൊരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പിക്ചർ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി, പിന്നെ ബ്രോങ്കസ്, ബ്രോങ്കിയോള്, ലങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് വാരിയല്ലാണ്, എല്ലാവർക്കും അറിയാം, റിബ്സ് അഥവാ വാരിയല്. എന്നാൽ അതിൻ്റെ ഇടയിൽ 2 റിബ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്, ഇന്റർകോസ്റ്റൽ പേശികൾ. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട്. കവറിങ് അല്ലെങ്കിൽ എന്താണ്, ഇവിടെയുള്ള ഈ ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിനെയും ഈ തൊറാക്സിക് ക്യാവിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാള് പോലെയുള്ള സെറ്റപ്പ്, അതാണ് എന്ത്? ഡയഫ്രം. അപ്പോൾ ഇതെന്താണ്? റിബ്സ് അല്ലെങ്കിൽ വാരിയല്. അതിൻ്റെ ഇടയിലുള്ള മസിൽസ് ഇന്റർകോസ്റ്റൽ മസിൽസ്. പിന്നെ ഈ സാധനമാണ് ഡയഫ്രം. ഓക്കെ അല്ലേ? അത് കിട്ടി. ഇനി ഉച്ഛ്വാസവും നിശ്വാസവും, അതായത് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും, അതിൻ്റെ രണ്ടിൻ്റെയും പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസ്പിരേഷൻ്റെയും എക്സ്പിരേഷൻ്റെയും പിക്ചർ. ഈ 2 പിക്ചർ തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, എയർ ഉള്ളിക്ക് പോവാണ് ഇവിടെ ചെയ്യുന്നത്. ആരോമാർക്ക് ഉള്ളിക്കാണ്. ഇതാ ഈ ആരോമാർക്ക് ഉള്ളിക്കാണ്, ഈ ആരോമാർക്ക് ഉള്ളിക്കാണ്. ഉള്ളിക്കാണ് ആരോമാർക്ക് എങ്കിൽ അതെന്തായിരിക്കും? ഇൻസ്പിരേഷൻ ആയിരിക്കും, ഉച്ഛ്വാസമായിരിക്കും. എന്നാൽ നോക്കൂ, ഈ ആരോമാർക്ക് പുറത്തേക്കാണ് ആരോമാർക്കെങ്കിൽ അതെന്തായിരിക്കും? എക്സ്പിരേഷൻ അല്ലെങ്കിൽ നിശ്വാസമായിരിക്കും. അത്ര ആലോചിച്ചാൽ മതി. ആരോമാർക്ക് എങ്ങോട്ടാ നോക്കുക, അതിനനുസരിച്ച് എഴുതുക. ആരോമാർക്ക് താഴെയാണെങ്കിൽ അത് ഇൻസ്പിരേഷൻ, ആരോമാർക്ക് പുറത്തേക്കാണെങ്കിൽ അത് എക്സ്പിരേഷൻ അഥവാ നിശ്വാസം. അപ്പോൾ അത് കിട്ടി. പിന്നെ ഈ പിക്ചർ തന്നാൽ ഒറ്റയടിക്ക് മനസ്സിലാക്കണം, ഇത് ആൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വാതക വിനിമയമാണ്. ആൽവിയോളറിലുള്ള വായു അറയിലുള്ള വാതക വിനിമയമാണ്. ഇതെന്താണ്? വായു അറയിലെ വാതക വിനിമയമാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ കിഡ്നിയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞു. ഇനി കിഡ്നിയാണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇത് വളരെ സിമ്പിളാണ്. ഇത് കിഡ്നി എല്ലാവർക്കും അറിയാലോ, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതെന്താണ്? യൂറിനറി ബ്ലാഡർ, മൂത്രാശയം. പിന്നെ ഇത് യുറീത്ര അഥവാ മൂത്രനാളി. പിന്നെ ഇതാണ് മൂത്രവാഹി അല്ലെങ്കിൽ യുറീത്തർ. ഓക്കെ, യുറീത്തർ. പിന്നെ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. മൂത്രം കളക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതിനെ വിളിക്കുന്ന പേരാണ് പെൽവിസ്. എന്താണ് പേര്? പെൽവിസ്. നല്ല പേര്. അത്രയും കാര്യങ്ങൾ വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. എന്നാൽ ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, ഈ കിഡ്നീൻ്റെ ഇവിടെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്, ഇവിടെ താഴെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. മുകളിലുള്ളതാണ് ഇത് റീനൽ ആർട്ടറി, താഴെയുള്ളതാണ് റീനൽ വെയിന്. ശരിക്കും അത് മുകളിൽ താഴെ എന്നല്ല, ഈ പിക്ചറിൽ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഓർത്ത് വെക്കാൻ ചോദിച്ചാൽ, ചില ആൾക്കാർ ഇത് ചുവപ്പ് റീനൽ ആർട്ടറി, നീല റീനൽ വെയിന് അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കും. അത് മണ്ടത്തിലാണ്. കാരണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പം മുകളിലുള്ളത് റീനൽ ആർട്ടറി, താഴെയുള്ളത് റീനൽ വെയിന്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിപരമാറ്റിക് ഐഡിയ. എന്താ ബുദ്ധിപരമാറ്റിക് ഐഡിയ? AV എന്ന് എഴുതാം. AV ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം A ആണോ V ആണോ? ആദ്യം A. അപ്പോൾ മുകളിൽ ആരാണ്? റീനൽ ആർട്ടറി. അപ്പോൾ താഴെ ആരായിരിക്കും? റീനൽ വെയിന്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, സിമ്പിളാണ്. ഓക്കെ, അത് കിട്ടി. എന്തൊരു സുഖമല്ലേ, എന്തൊരു സുഖം. ഓക്കെ. ഇനി ഈ സ്ട്രക്ചർ ഇതെന്തിൻ്റെ സ്ട്രക്ചറാണെന്ന് ചോദിച്ചാൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നെഫ്രോണിൽ ഈ ഒരു സാധനം, ഈ ഒരു ആ ഉണ്ടയെ വിളിക്കുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ആ ഉണ്ട മൊത്തത്തിൽ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബൊമാൻസ് ക്യാപ്സ്യൂൾ. എന്ത് ക്യാപ്സ്യൂൾ? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലുള്ള ഈ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, കൂട്ടം കൂടി നിൽക്കുന്ന ഈ ബ്ലഡ് വെസൽ, അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്ലോമറുലസ്. എന്താണ് പേര്? ഗ്ലോമറുലസ്. ഓക്കെ. പിന്നെ ഇവിടെ മുകളിലൊരു വെസലുണ്ട്, അഫറന്റ് വെസൽ. താഴെ ഒരു വെസലുണ്ട്, ഇഫറന്റ് വെസൽ. മാറൂലല്ലോ. E എന്നാലോചിക്കുക. A ആണല്ലോ ആദ്യം ആൽഫബറ്റിൽ, പിന്നെയാണല്ലോ E വരുന്നത്. അപ്പം മുകളിൽ അഫറന്റ് വെസൽ, താഴെ ഇഫറന്റ് വെസൽ. ഓക്കെ. പിന്നെ ഈ ലോങ് ആയിട്ട് പോകുന്ന ഈ ട്യൂബ് ഉണ്ടല്ലോ, അതാണെന്ത്? വൃക്കാനാളി. അതാ ഈ ട്യൂബ് അഫറന്റ് വെസൽ ഇഫറന്റ് വെസൽ അല്ല, ഈ ട്യൂബ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇതാ ഇതിങ്ങനെ പോകുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് വൃക്കാനാളിക അഥവാ റീനൽ ട്യൂബ്യൂൾ. പിന്നെ ലാസ്റ്റ് ഇതൊക്കെ എത്തിച്ചേരുന്നതാണ് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് കളക്റ്റിംഗ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. ഓക്കെ. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ്, അഫറന്റ് വെസൽ, ഇഫറന്റ് വെസൽ, പിന്നെ ഈ ലോങ് ട്യൂബ് റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്കാനാളിക, പിന്നെ ഈ കളക്ട് ചെയ്യുന്നത് കളക്റ്റിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി. ഓക്കെ അല്ലേ? ഇനി ചാപ്റ്റർ 4 പിന്നെ കൂടുതലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ. ഒന്ന് സിമ്പിളാണ്. ഈ പ്രോട്ടീൻ ഫിലമെന്റ്സിന്റെ പിക്ചറാണ്. ഈ 2 സൈഡിലുള്ളത് ആക്റ്റിൻ,
എന്നാൽ മിഡിലുള്ളതാരാണ് മയോസിൻ. എങ്ങനെ ഓർത്ത് വെക്കുന്നത് വെച്ചാൽ മിഡിലിന് എം ആണ്, മയോസിനും എം ആണ്. പിന്നെ ആക്റ്റിൻ അറ്റത്തുള്ളതാണ്, അപ്പോൾ അറ്റത്തിന് ആയാണ്, ആക്റ്റിനും ആയാണ്. ആ രീതിയിൽ ആലോചിക്കുക. അപ്പോൾ അറ്റത്തുള്ളതാരാണ് ആക്റ്റിന്, മിഡിലുള്ളതാരാണ് മയോസിൻ. കിട്ടി. അത് കഴിഞ്ഞു. പിന്നെ 3 പേശികളാണ്. ഇത് സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, പിന്നെ കാർഡിയാക് മസിൽസ്. സ്കെലിറ്റൽ മസിൽസിൻ്റെ ഷേപ്പ് സിലിണ്ടർ ഷേപ്പാണല്ലോ, അപ്പോൾ അത് സ്കെലിറ്റൽ മസിൽസ്. പിന്നെ സ്പിൻഡിൽ ആകൃതിയിലുള്ള ഈ സാധനമാണെന്ത്, സ്മൂത്ത് മസിൽസ്. പിന്നെ ബ്രാഞ്ച് ഉണ്ടോ അതെന്തായിരിക്കും, കാർഡിയാക് മസിൽ ആയിരിക്കും. ഇതിന് ബ്രാഞ്ച് ഉണ്ടോ, ഇല്ല. ഇതിങ്ങനെ നേരെ പോവാണ് ചെയ്യുന്നത്. പിന്നെ ഇതിവിടെ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനും ബ്രാഞ്ച് ഇല്ല. പക്ഷെ ഇത് നോക്കൂ സുഹൃത്തുക്കളെ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്, എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഉള്ളത് ഏതാണ്, കാർഡിയാക് മസിൽസ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2 മസിൽസ് ഉണ്ട്. ഓക്കെ, മുകളിലൊരു മസിൽസ് ഉണ്ട്, അതാണ് ഫ്ലെക്സർ മസിൽസ് അഥവാ മടക്കൽ പേശി. പിന്നെ താഴെ കുറച്ച് മസിൽസ് ഉണ്ട്, അതാണ് എക്സ്റ്റെൻസർ മസിൽസ് അഥവാ നിവർത്തൽ പേശി. അപ്പോൾ താഴെ ഉള്ളത് എക്സ്റ്റെൻസർ മസിൽസ് നിവർത്തൽ പേശി, മുകളിലുള്ളത് എക്സ്റ്റെൻസർ മസിൽസ് അഥവാ മടക്കൽ പേശി. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതായത് ഈ പേശിയും ബോണും അസ്ഥിയും എല്ലും തമ്മിൽ, അസ്ഥി എല്ലും രണ്ടുമല്ലേ, ഓക്കെ, മസിലും ബോണും തമ്മിൽ, പേശിയും അതുപോലെ തന്നെ അസ്ഥിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ഈ ടോപ്പിലുള്ള ഭാഗം. അതിനെ വിളിക്കുന്ന പേരാണ് ടെൻഡൻ. എന്താണ് പേര്, ടെൻഡൻ. നല്ല പേര് കേട്ടോ, ടെൻഡൻ. ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അസ്ഥിയുടെ ഘടന ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അസ്ഥിയുടെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ബോണിന്റെ പിക്ചർ എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് തരും. അതെന്താന്ന് ചോദിക്കും. അത് ബോണിന്റെ കവറിംഗ് ആണ്, ബോണിന്റെ ചുറ്റുമുള്ള ഒരു കവറിംഗ് ആണ്. ഒരു മിഠായി പൊതി കൊണ്ട് കവർ ചെയ്യുമല്ലോ, അതേപോലെയുള്ള ഒരു കവറിംഗ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് പെരിയോസ്റ്റിയം. എന്താണ് പേര്, പെരിയോസ്റ്റിയം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്, അസ്ഥിയുടെ ഘടന, അതായത് ജോയിൻ്റ് ആണ്. 2 എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് ജോയിൻറ്റ്, അതിൻ്റെ സ്ട്രക്ചർ ആട്ടോ. ഓക്കെ, അപ്പോൾ ജോയിൻറ്റിൽ 2 എല്ലുകൾ ഉണ്ടാവുമല്ലോ, ഇതൊരു എല്ല്, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് ലിഗമെൻറ്റ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി, അതിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതാണ് സൈനോവിയൽ സ്ഥലം അഥവാ സൈനോവിയൽ സ്ഥലം അല്ലെങ്കിൽ സൈനോവിയൽ മെംബ്രെയിൻ കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ സൈനോവിയൽ സ്ഥലം അല്ലെങ്കിൽ മെംബ്രെയിന് ഇവിടെ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ സൈനോവിയൽ ദ്രവം. ഓക്കെ അല്ലേ. പിന്നെ ഈ ഒരു പിക്ചറുകൾ, ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോട്രോപ്പിസം, പ്ലാൻ മൂവ്മെൻറ്റ്സ് ആണ്. ഗ്രാവിറ്റി ആണെങ്കിൽ ജിയോട്രോപ്പിസം, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം, ടച്ച് ആണെങ്കിൽ ഹാപ്റ്റോട്രോപ്പിസം, കെമിക്കൽസ് ആണെങ്കിൽ കീമോട്രോപ്പിസം. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ചാപ്റ്റർ 4 കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 5. ചാപ്റ്റർ 5 ആകെ ഒരു ഒറ്റ പിക്ചറേ പഠിക്കാനുള്ളൂ. അത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ യൂട്രസിൻ്റെ ഗർഭാശയത്തിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് ഒരു കുട്ടിക്ക് വളരാൻ, ആ ഒരു പിക്ചറാണ് പഠിക്കാനുള്ളത്. അതിൽ ഇവൻ കുട്ടി, പിന്നെ ഇത് മൊത്തത്തിൽ ഗർഭാശയം, അതെല്ലാവർക്കും അറിയാലോ. എന്നാൽ ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ട്, ഒരു രക്തക്കട്ട. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്ലാസെൻ്റ. ആ പ്ലാസെൻ്റയിൽ നിന്നും കുട്ടിയിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അതാണ് പൊക്കിൾ കൊടി അഥവാ അംബിലിക്കൽ കോഡ്. എന്ത് കോഡ്, അംബിലിക്കൽ കോഡ്. പിന്നെ ഈ കുട്ടിൻ്റെ ചുറ്ററും ഒരു കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോൺ. എന്താണ് പേര്, അമ്നിയോൺ. ഓക്കെ, ചുറ്ററുമുള്ള ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോൺ. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡാണ് ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഥവാ അമ്നിയോട്ടിക് ദ്രവം. അപ്പോൾ 4 എണ്ണമാണ്. 1 പ്ലാസെൻ്റ, 2 അംബിലിക്കൽ കോഡ്, 3 അമ്നിയോണ്, 4 അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ. ഇത് മാത്രമേ നമുക്ക് 5th ചാപ്റ്ററിൽ പഠിക്കാനുള്ള പിക്ചറുള്ളൂ. ഇനി 6th ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പിക്ചറൊന്നും പഠിക്കാനില്ല. ഇനി അഥവാ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ചോദിക്കുള്ളൂ, വൈറസിൻ്റെ സ്ട്രക്ചർ. ഇത് തന്നിട്ട് ഇതാരാ ചോദിക്കും, അപ്പോൾ നമ്മൾ പറയണം വൈറസ് ആണ്. ആരാണ്, ബഹുമാനപ്പെട്ട വൈറസ്. ഓക്കെ, ഇത് വൈറസ് ആണ്. ഈ വൈറസിൻ്റെ ചുറ്റൊരു കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഓക്കെ, പിന്നെ അതിലുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ജനിതക വസ്തു, അത് ഓർത്ത് വെക്കുക. അപ്പോൾ വൈറസിൻ്റെ ചുറ്റൊരു കവറിംഗ് ഉണ്ട്, ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള കവറിങ്, അതാണ് ക്യാപ്സിഡ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത്ര ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു പിക്ചറും കൂടി വെറുതെ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇങ്ങനെ ഒരു ബാർകോഡിൻ്റെ പിക്ചർ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര പറഞ്ഞു കൊടുത്താൽ മതി, ഇത് DNA ബാർകോഡിംഗ് ആണെന്നാണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, വേറെ ഒന്നും പറയണ്ട, വേറെ ഒന്നും വെറുതെ ചോദിക്കില്ല. DNA ബാർകോഡിംഗ്, ഇത് ക്യാപിറ്റൽ G ആണോ സ്മോൾ G ആണോ കൺഫ്യൂഷൻ ആയില്ലേ. ഓക്കെ, അപ്പോൾ അത് മതി, അത്ര മതി. ഓക്കെ, ഹാപ്പി അല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.